എല്ലാവർക്കും കോസ്മിക് ഓവേഴ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തെ കുറിച്ചാണ്. ശരീരത്തിലെ കൊഴുപ്പ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം, അതായത് ശരീരത്തിലെ ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം. ഇന്ന് പലർക്കും വെയിറ്റ് കൂടുന്നത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതിന്റെയൊക്കെ കാരണം എന്ന് പറയാനുള്ളത് ജോലി തിരക്ക്, വ്യായാമമില്ലാത്ത ജീവിതം, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡുകൾ കഴിക്കുക, സ്ട്രെസ്, ലേറ്റ് നൈറ്റ് സ്ലീപ്പിംഗ്, ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ പതുക്കെ പതുക്കെ കൊഴുപ്പിന്റെ അളവ് കൂട്ടണം. അപ്പൊ നമ്മൾ എല്ലാവരും ഒരു കാര്യം ഓർക്കണം, ഫാറ്റ് കുറയ്ക്കുന്നത് വെറും ഭംഗിക്ക് വേണ്ടിയല്ല, ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും വേണ്ടിയാണ്. ആദ്യം ഒരു സത്യം പറയാം, പലരും വെയിറ്റ് ലോസ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ ഡയറ്റിംഗ് തുടങ്ങും. ഭക്ഷണം മുഴുവനായിട്ട് അങ്ങോട്ട് കുറയ്ക്കും, ഒരു നേരം മാത്രം കഴിക്കും. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് മടങ്ങും. കാരണം അത് ഒരു സ്ഥിരമായ മാറ്റമല്ല. ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ആദ്യം മാറ്റേണ്ടത് നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈലാണ്. ആദ്യം ഭക്ഷണത്തെ കുറിച്ചാണ് നമുക്ക് നോക്കാം. നമ്മൾ എന്താണ് ദിവസവും കഴിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഫാസ്റ്റ് ഫുഡ്, ബേക്കറി പലഹാരങ്ങൾ, കൂൾ ഡ്രിങ്ക്സ്, ഷുഗർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇവ ശരീരത്തിൽ ഫാറ്റ് വേഗത്തിൽ കൂട്ടും. അതുകൊണ്ട് നാച്ചുറൽ ഫുഡ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. പച്ചക്കറികൾ, പഴങ്ങള്, പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ, കൂടുതൽ വെള്ളം, നന്നായി വെള്ളം കുടിക്കണം ഒരു ദിവസത്തില്. ഇവ ശരീരത്തിന് നല്ലതാണ്, വളരെയധികം നല്ലതാണ്. മറ്റൊരു പ്രധാന കാര്യം പോർഷൻ കൺട്രോൾ, അതായത് അളവ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിനെ കുറിച്ചാണ്. ഹെൽത്തി ഫുഡ്, നമ്മൾ എത്ര നല്ല ഫുഡ് കഴിക്കുന്നതെങ്കിൽ പോലും അധികമായിട്ട് കഴിച്ചാൽ നമ്മുടെ വെയിറ്റ് കൂടും. അതുകൊണ്ട് വയർ നിറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിർത്താൻ പഠിക്കണം. അതായത് വളരെ ഷോർട്ടാക്കി പറഞ്ഞാൽ കുറച്ച് മാത്രം കഴിച്ച് ശീലിക്കുക. അളവ് ഓരോ സമയങ്ങളിൽ നമ്മൾ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു രാത്രി ഒരു 3 കയ്യില് ചോറോ അല്ലെങ്കിൽ എന്താ കഴിക്കണേ 3 ചപ്പാത്തി ആണെങ്കിൽ അത് 2 കുറയ്ക്കുക. അങ്ങനെ പോർഷൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ ആദ്യം പഠിക്കണം. അതിനുശേഷം നമുക്ക് വ്യായാമത്തെ കുറിച്ച് പറയും. പലരും ജിമ്മിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് എക്സസൈസ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഫാറ്റ് കുറയ്ക്കാൻ ജിമ്മ് മാത്രം പറ്റില്ല. വാക്കിംഗ് പോലും നമുക്ക് നടന്നാൽ തന്നെ നമ്മുടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഡെയിലി നടന്നത് ദിവസവും ഒരു 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നടക്കുന്നത് ശരീരത്തിനും മനസ്സിനും വളരെ നല്ലതാണ്. പിന്നെ സ്കിപ്പ് ചെയ്യുക, സൈക്ലിംഗ്, യോഗ, ഹോം വർക്കൗട്ട്, സ്വിമ്മിങ്, ഇവയൊക്കെ നമ്മളെ സഹായിക്കും. പ്രധാന കാര്യം കൺസിസ്റ്റൻസി ആണ്, ഇന്റൻസിറ്റി അല്ല. ഒരു ദിവസത്തിൽ കുറേ വെയിറ്റ് എടുത്തുകൊണ്ട് കാര്യമില്ല. പക്ഷെ അതിന്റെ കൺസിസ്റ്റൻസി ദിവസവും അതൊരു ഡിസിപ്ലിനിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പൊക്കെ കൺട്രോൾ ചെയ്ത് നല്ലൊരു ഫിറ്റ്നസ് ആയിരിക്കും ശരീരം നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം ഹെവി വർക്കൗട്ട് ചെയ്ത് പിന്നീട് ഒരാഴ്ച റെസ്റ്റ് എടുക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ചെറിയ രീതിയിലായാലും ദിവസവും ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഇപ്പോൾ നമ്മുടെ ഉറക്കത്തിനെ കുറിച്ച് പറയുന്നു. പലരും രാത്രി വളരെ വൈകിയാണ് ഉറങ്ങുന്നത്. ലേറ്റ് നൈറ്റ് ഫോണിൽ ഒരുപാട് യൂസ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരുപാട് നേരം ചെലവഴിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ, സ്ട്രെസ്, ഇവയൊക്കെ നമ്മുടെ ഉറക്കത്തിന്റെ ഒരു ക്വാളിറ്റിയെ കുറയ്ക്കും. നല്ല ഉറക്കം ഇല്ലെങ്കിൽ ശരീരത്തിലെ ഹോർമോൺസ് എല്ലാം ഇംബാലൻസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ തടി, ഫാറ്റ് കൂട്ടാനായിട്ട് കാരണമാകും. അതുകൊണ്ട് നല്ല ഉറക്കം വളരെയധികം പ്രധാനമാണ്. സ്ട്രെസ്സിന്റെയും വലിയ സ്വാധീനമുണ്ട്. സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ടെൻഷൻ, ആൻസൈറ്റി ഇതൊക്കെ കൂടുമ്പോൾ ചിലർ കൂടുതൽ ഭക്ഷണം കഴിക്കാറുണ്ട്. ഇമോഷണൽ ഈറ്റിംഗ് എന്നൊരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്. നമ്മുടെയൊക്കെ മനസ്സ് വിഷമത്തിലായാൽ ഭക്ഷണത്തിൽ ആശ്വാസം തേടുന്ന അവസ്ഥ. അതിനാൽ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒരു കാര്യം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കണം, ഫാറ്റ് ലോസ് ഒരു റേസ് അല്ല. അതായത് ചിലർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ക്വിക്ക് ട്രാൻസ്ഫർമേഷൻ വീഡിയോസ് കണ്ടിട്ട് അത് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കുന്ന ഓരോ വീഡിയോസ് കണ്ടിട്ട് ഉടൻ റിസൾട്ട് പ്രതീക്ഷിക്കും. പക്ഷെ ആരോഗ്യകരമായ മാറ്റങ്ങൾക്ക് സമയം വേണ്ടി വരും. നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈല് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് സമയം എടുത്തിട്ട് അത് മാറുള്ളൂ. ഇനി നമുക്ക് അടുത്തത് മോട്ടിവേഷനെ കുറിച്ച് പറയാം. പലരും ആദ്യം കുറച്ച് ദിവസങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ചേർന്ന് കഴിഞ്ഞാൽ കുറെ ദിവസം കണ്ടിന്യൂ വീഡിയോ എടുക്കലും റീൽസ് ഇടലും ഒക്കെ ഉണ്ടാവും. പക്ഷെ റിസൾട്ട് ഉടനെ കാണാതെ ആവുമ്പോൾ അവർ പതുക്കെ അതിന് മാറിപ്പോകും. ഇവിടെയാണ് ഡിസിപ്ലിൻ പ്രധാനമാകുന്നത്. മോട്ടിവേഷൻ എല്ലായ്പ്പോഴും ഉണ്ടാകാറില്ല, പക്ഷെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മനുഷ്യൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. സ്വന്തം ശരീരത്തെ ഒരിക്കലും നമ്മൾ വെറുക്കാൻ പാടില്ല. കാരണം ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് കണ്ണാടി നോക്കി സ്വയം
ഇൻസൾട്ട് ചെയ്യാറുണ്ട്. പക്ഷെ മാറ്റം വരാൻ ആദ്യം നമ്മളൊക്കെ ചെയ്യേണ്ടത് സെൽഫ് റെസ്പെക്ട് ആണ്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളോടൊപ്പം ഉള്ളതാണ്. അതിനെ നമ്മൾ കെയർ ചെയ്യാൻ പഠിക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്നത് വെറും ഫാറ്റ് കുറയ്ക്കൽ മാത്രമല്ല, കൂടുതൽ എനർജി, ബെറ്റർ കോൺഫിഡൻസ്, ആത്മവിശ്വാസം, കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നല്ല ഉറക്കം, ഗുഡ് സ്ലീപ്പ് എന്ന് പറയും, ബെറ്റർ മെന്റൽ ഹെൽത്ത്, നമ്മുടെ മാനസികാരോഗ്യം, ഇവയെല്ലാം അതിലൂടെ ലഭിക്കും. എന്റെ അഭിപ്രായത്തിൽ ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സും മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സമ്പത്താണ്. പണം പിന്നീടേ വരുള്ളൂ. പക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ജീവിതം തന്നെ മൊത്തം നമ്മുടെ ബുദ്ധിമുട്ടിലായിരിക്കും. അവസാനമായി പറയാനുള്ളതാണ്, സ്മോൾ ചേഞ്ചസ് ക്രിയേറ്റ് ബിഗ് റിസൾട്ട് എന്നാണ്. ഒരു ദിവസം കൊണ്ടല്ല ജീവിതം മാറുന്നത്, പക്ഷെ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നല്ല ശീലങ്ങൾ പതുക്കെ പതുക്കെ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മളെ എല്ലാവരും നയിക്കും. അതിനാൽ ഇന്ന് തന്നെ എല്ലാവരും തുടങ്ങുക. സ്വന്തം ശരീരത്തിനും മനസ്സിനും വേണ്ടി സമയം എല്ലാവരും കണ്ടെത്തണം. കാരണം നിങ്ങളെ കെയർ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ സബ്ജക്റ്റ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കും. ഇത്തരത്തിലുള്ള കൂടുതൽ മോട്ടിവേഷൻ ആൻഡ് ലൈഫ് ഗൈഡൻസ് ടോക്കിനായി കോസ്മിക് വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.